തവിയുടെ ഈ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രക്കായ കൊണ്ടൊരു കിളിക്കൂടാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നേന്ത്രക്കായ എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. നല്ല കട്ടിയിൽ ചെത്തിയിട്ട് തന്നെ കളഞ്ഞെടുക്കുക. തൊലി ഉണ്ടെങ്കിൽ ആ കറയുടെ ചൊവ്വ നമ്മൾ ഉണ്ടാക്കുന്ന കിളിക്കൂട്ടിലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് കട്ടിയിൽ ഇതാക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അത് ഒരു ഗ്രേറ്റിംഗ് ഇതിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു 3 പച്ചക്കായയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് പൊരിച്ചെടുക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാം. ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വട്ടത്തിൽ ഒരു ഉരുണ്ട ഷേപ്പിലാവണ വരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുക. അമർത്തി കൊടുത്തിട്ട് ആ ഷേപ്പിലാക്കാൻ നോക്കരുത്. അപ്പോൾ എന്താ വെച്ചാൽ കട്ടിയായിട്ട് ഉള്ളിൽ വേവില്ല. ജസ്റ്റ് ഒന്ന് ആ ഷേപ്പ് വന്നാൽ മതി. നല്ല റൗണ്ടിൽ ഉരുണ്ടിട്ടാവാൻ നമ്മൾ ശ്രമിക്കണ്ട. ഇനി ഇപ്പോൾ നന്നായിട്ട് ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് മറിച്ച് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. നമ്മൾ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഉള്ളു വേവില്ല, വെന്ത് കിട്ടാൻ സമയം എടുക്കും. പിന്നെ ക്രിസ്പി ആയിട്ട് ഇരിക്കില്ല. നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ അമർത്താതെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പുവെള്ളം കൊടുക്കാം. ഉപ്പുവെള്ളം കുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിലേക്കൊക്കെ തെറിക്കും. അപ്പോൾ ഏകദേശം നമ്മളെ കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കോരിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതോടുകൂടി കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. വളരെ കുറച്ച് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയെടുക്കുക. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.